സാനിറ്ററി പാഡുകൾ ഇനി ജയിലിൽ നിന്നും വ്യത്യസ്തമായ ആശയവുമായി എറണാകുളം ജില്ലാ ജയിൽ. അനക തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എന്ന് പുറത്തിറങ്ങാൻ കഴിയുമെന്നറിയാതെ ജീവിതം തള്ളി നീക്കുന്ന ചില മനുഷ്യർ തങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ തേച്ചുമിനുക്കിയെടുക്കുമ്പോൾ ഒറ്റപ്പെടലിന്റെ വേദന സ്വയം മറക്കുകയാണ് ഈ വനിതാ അന്തേവാസികൾ. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ആവശ്യമുള്ള ഒന്നാണ് സാനിറ്ററി പാഡുകൾ. ഇവ നിർമ്മിക്കുന്ന തിരക്കിലാണിപ്പോൾ കാക്കനാട് ജില്ലാ ജയിലിലെ ഒരു പറ്റം വനിതാ തടവുകാർ. കടകളിൽ ലഭ്യമാകുന്ന ഏതൊരു ബ്രാൻഡിനൊപ്പവും തലയെടുപ്പോടെ നിൽക്കാൻ ഇവയ്ക്ക് കഴിയുമെന്നതും എടുത്തു പറയേണ്ടതാണ്. സൂപ്രണ്ടിൻ്റെ ആശയമാണ്. അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇവിടെ സമീപിച്ചു. ഇങ്ങനെ ഒരു അവരുടെ CSR ഫണ്ട് വിനിയോഗിക്കുന്നതിനെക്കുറിച്ച് സാറിനോട് സംസാരിച്ചു. അപ്പോൾ സാറ് ചിന്തിച്ച് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണല്ലോ ഇത്. അതിനെ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടുത്തെ ഫീമെയിൽസ് എല്ലാവരും സ്റ്റാഫ് എല്ലാവരും സപ്പോർട്ട്. അന്തേവാസികളെല്ലാവരും വളരെ സന്തോഷം. വെച്ചാൽ ഇവിടെ 12 പേരാണ് തുടങ്ങുന്ന ദിവസം ഉണ്ടായിരുന്നത്. എല്ലാ അന്തേവാസികളും വളരെ ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ വരെ ചെയ്തു പോകുന്നത്. ഇപ്പോൾ മാഡത്തിന് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി കാണുമല്ലോ, അവർക്ക് സമയം പോകുന്നതിനൊരു ഉപാധിയാണ്. പിന്നെ ഒരു തൊഴിൽ പഠിക്കാം, പിന്നെ ഇത് പുറത്തിറങ്ങിയാലും സാമ്പത്തിക ശേഷിയുള്ളവർക്ക് ഇതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും കൂടി ഒരു അവസരമാണ് ഇത് പഠിച്ചെടുത്താൽ. മിതമായ നിരക്കിൽ വിപണികളിൽ പാഡുകൾ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. ഇതിനായുള്ള നടപടിക്രമങ്ങൾ വ്യവസായ വകുപ്പ് ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. സ്ത്രീകളുടെ ഇതിനും അവരുടെ ഉന്നമനത്തിനു വേണ്ടിയും എന്തെങ്കിലും ചെയ്യണം, അവർക്ക് ഉപകാരപ്പെടുന്ന അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും സംരംഭം തുടങ്ങണമെന്നൊരു ആശയത്തിൻ്റെ തുടർന്നാണ് ഞങ്ങളുടെ ജയിൽ വകുപ്പ് എന്ത് ചെയ്തതുപോലെ ഒരു സാനിറ്ററി നാപ്കിൻ യൂണിറ്റ് തുടങ്ങിയത്. കേരളത്തിലെ ജയിലുകൾ കഴിഞ്ഞു വരുന്ന വനിതാ അന്തേവാസികളുടെ ആവശ്യത്തിലേക്കായിരിക്കും പ്രധാനമായിട്ട് ഞങ്ങൾ എടുക്കുന്നത്. വിൽപ്പനയേക്കാൾ ഉപരിയായിട്ട് അവർക്കൊരു പരിശീലനം കൊടുക്കുന്ന ഒരു സ്ഥാപനങ്ങളായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. വനിതാ അന്തേവാസികളായിരുന്നാലും അടഞ്ഞ സെല്ലിൽ എപ്പോഴും കഴിഞ്ഞുകൂടുകയാണ് നിലവിൽ ചെയ്തു വരുന്നത്. ഭയങ്കര സംഘർഷമായിരിക്കും. ജയിലിൽ കഴിയുന്ന ഓരോ നിമിഷവും അവർക്ക് എപ്പോഴും മനസ്സ് സംഘർഷമായിരിക്കും. അപ്പോൾ ഇത്തരം യൂണിറ്റ് വരുന്നതോടെ അവരെ എൻഗേജ് ചെയ്യിക്കുന്നതിലൂടെ ഈ മനസ്സംഘർഷം ഒരു പരിധിവരെ കുറയ്ക്കാൻ എന്ത് ചെയ്യും ഞങ്ങൾക്ക് കഴിയും. തൊഴിൽ പഠിച്ചാൽ ഇവിടെ നിന്ന് ഇറങ്ങിയാലും എന്ത് ചെയ്യാൻ കഴിയും, സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുമെന്നൊരു അവബോധം അവർ വളർത്താൻ കഴിയും. അതൊരു പരീക്ഷണമാണ്. ഇത് എത്രമാത്രം വിജയിക്കുമെന്ന് അറിയത്തില്ല. ഞങ്ങൾ മത്സരിക്കേണ്ടത് വിപണിയിലെ വൻകിട ബ്രാൻഡുകളോടെയാണ്. രൂപ നൽകി സാമ്പത്തിക സഹായം നൽകി ഒപ്പം നിന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡും. 2000-ലധികം പാഡുകളാണ് ഒരു മാസം കൊണ്ട് ഈ കൂട്ടായ പ്രവർത്തനത്തിലൂടെ തയ്യാറാക്കിയത്. സമയത്തിനനുസൃതമായി ആളുകളെ ക്രമീകരിച്ച് മുഴുവൻ വനിതാ തടവുകാരുടെയും പങ്കാളിത്തം ഉറപ്പാക്കിയതോടെ സംഭവം കളറായി. തടവറയുടെ ഇരുളടഞ്ഞ ജീവിതത്തിൽ ഇവർക്ക് പ്രതീക്ഷയുടെ ഇത്തിരിവെട്ടമാണ് ഈ തൊഴിൽ. വമ്പൻ ബ്രാൻഡുകളിലേക്ക് കൈനീളുമ്പോൾ ഈ സാനിറ്ററി നാപ്കിൻ കണ്ടില്ലെന്ന് നടിക്കരുത്. ക്യാമറ പേഴ്സൺ അബു താഹിറിനൊപ്പം അനഘ നരിക്കുനി, കേരള വിഷൻ ന്യൂസ്.